അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്കാം. ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, വെളിപാട് 3:8 നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. ഞാൻ ശരിക്കും ഇരുന്ന് മനഃപ്പാടമാക്കാൻ ബുദ്ധിമുട്ടിയൊരു വചനാണിത്. അതതിൻ്റെ സൗന്ദര്യം കൊണ്ടാണ്, ഒരു ആന്തരികമായ സൗന്ദര്യം. പണ്ട് നമുക്ക് ഒരു കുലച്ച വാഴയുടെ കുലയിൽ തുമ്പത്ത് ഊറി നിൽക്കുന്ന കൊപ്ര അല്ലെങ്കിൽ ചുണ്ടിലെ തേൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആർത്തി പിടിച്ച ചാട്ടം, തേൻ കിട്ടാൻ വഴിയുമില്ല. ആ കൊതി പോലെ ഞാൻ ഈ വചനത്തിൽ ഒളിഞ്ഞിരിക്കുന്നൊരു തേനറയിലെ തുള്ളി കണ്ടു. അത്രമാത്രം മനോഹരമായി എനിക്കത് ഫീൽ ചെയ്തു. നിന്റെ ശക്തി പരിമിതമാണ്, നീ അത്ര വലിയൊരു ബലവാനായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നീ നിഷേധിച്ചില്ല. പലയിടത്തും നിഷേധിക്കാനുള്ള അനുഭവങ്ങളുണ്ട്, അവസരങ്ങൾ വരുന്നുണ്ട്. ദൈവത്തിനൊന്നും ചെയ്യാനില്ല എന്ന് പറയുന്ന ചില ആളുകൾ, ദൈവം കൈവിട്ട പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്നൊക്കെ പറയുന്ന ചില ആളുകളുടെ സന്ദർഭങ്ങൾ. ഇവിടെ എൻ്റെ നാമം നീ നിഷേധിച്ചില്ല, എൻ്റെ വചനം നീ കാത്തു, ശക്തി നിൻ്റെ പരിമിതമാണ്. എന്താണ് ഫലം ഉണ്ടായെന്നറിയാവോ? നിൻ്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. അടുത്തതാണ് തൃശ്ശൂർ ഭാഷയെ പറഞ്ഞ കടുകാഞ്ചി സംഗതി. എന്താണത്? ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കും. അത് കർത്താവിൻ്റെ കൃപയൊഴുകുന്ന ഒരു ഫ്ലോയിങ് റിവർ പോലെ, അങ്ങ് ഒരു മലയിൽ നിന്ന് ഒഴുകി വരുന്ന ജലത്തുള്ളികൾ തടയാനാവാത്തൊരു വലിയ പുഴയായി, നദിയായി, തടാകമായി കടലിൽ വരും പോലെയാണ് ദൈവത്തിൻ്റെ കൃപ എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകി വരാൻ ആർക്കും പൂട്ടാൻ പറ്റാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ തമ്പുരാൻ എനിക്ക് സ്ഥാപിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ കവിഞ്ഞ് എന്തു വേണം? രോഗങ്ങളോ പീഡകളോ മാനസിക സംഘർഷങ്ങളൊക്കെ വരട്ടെ, ഇതിൽ കവിഞ്ഞ് എന്തു വേണം? കർത്താവിൻ്റെ കൃപയൊഴുകുന്ന, ആർക്കും പൂട്ടാനാകാത്ത ഒരു തുറന്നു കിടക്കുന്ന വാതിൽ എൻ്റെ ഹൃദയ കവാടത്തിങ്കൽ, എൻ്റെ ആത്മാവിൻ്റെ ജാലകത്തിന് മുൻപിൽ ദൈവം സ്ഥാപിച്ചു വച്ചിരിക്കുന്നു എന്നുള്ള ഒരു പ്രഖ്യാപനം കേട്ട കാതുകളാണ് ഏറ്റവും ഭാഗ്യപ്പെട്ടത്. നന്ദി പറയാം കർത്താവിന്, ഈ ഒരു വചനം വെളിപാടിലൂടെ നമുക്ക് ഒരുക്കി തന്നതിന്. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.